അപ്പൊ എല്ലാവരും എന്തൊക്കെ പറയുന്നുണ്ട്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുള്ള താല്പര്യം അങ്ങനെയൊക്കെ വരുന്നുണ്ടോ? അപ്പൊ നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ എന്തായാലും ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹൗ ടു ഇംപ്രൂവ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ബൈ പ്രാക്ടീസിങ് ഫ്രീക്വന്റ്ലി. നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത്, അതായത് ദിവസേന പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിന്റെ ഫ്ലുവൻസി കൂട്ടാവുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അതിനുള്ള 5 പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ 5 പോയിന്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് അതുപോലെ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, കഷ്ടപ്പെട്ട് നല്ലതുപോലെ പഠിക്കാൻ ശ്രമിക്കുക, സമയം കണ്ടെത്തുക. ഇത്രയൊക്കെ ചെയ്താൽ മതി മക്കളെ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. ആൾക്കാരുടെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. ഓക്കെ. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. റെക്കോർഡ് യുവർ സെൽഫ് ആൻഡ് ലിസൺ ബാക്ക്. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്നത് തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക ഫോണിൽ. റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് കേൾക്കാനായിട്ട് തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയമേ മനസ്സിലാവും. നിങ്ങൾ അത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോ രണ്ടാമത്തെ നമുക്ക് നോക്കാം, പ്രാക്ടീസ് വിത്ത് എ പാർട്ട്ണർ. അതായത് നിങ്ങളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നല്ലപോലെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ഇപ്പൊ ഇംഗ്ലീഷ് അറിയാവുന്ന കൂട്ടത്തിൽ ആരെങ്കിലും കാണും. ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ നെയ്ബർ ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അവരെ കൂടെ നിങ്ങൾ അവർക്ക് ഇംഗ്ലീഷ് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നല്ലതുപോലെ അവർ പറയുന്ന വാക്കുകളും ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് നല്ലതുപോലെ സംസാരിക്കാനായിട്ട് പറ്റും. പിന്നെ മൂന്നാമത്തെ, യൂസ് എ മിറർ ടു പ്രാക്ടീസ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് മിറർ പ്രാക്ടീസ്. നിങ്ങൾ അത് തീർച്ചയായിട്ടും ചെയ്യാം. മിറർ പ്രാക്ടീസ് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ എൻഗേജ് ഇൻ കോൺവെർസേഷൻ. അതായത് നമ്മൾ കോൺവെർസേഷനിൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക എപ്പോഴും. പുറത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കൂടി നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ആകുമ്പോൾ അത്ര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. കാരണം വെച്ചാൽ അവർക്കത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ളത്. സോ നമുക്കത് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ജോലിക്കൊക്കെ പോയി ഒരു സ്ഥാപനത്തിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും കസ്റ്റമറായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾക്ക് അത് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം. ഇപ്പൊ തെറ്റായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം. ഓക്കെ. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. പ്രാക്ടീസ് എവറി ഡേ. നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളിപ്പോ സമയം കണ്ടെത്തിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒറ്റ ദിവസം പോലും മിസ് ചെയ്യാണ്ടിരിക്കരുത്. നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം 5 മിനിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ 5 മിനിറ്റ് കളയാണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് കിട്ടും വെച്ചാൽ അത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് കിട്ടും. ഇംഗ്ലീഷ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ്. പിന്നെ ഒന്നും കൂടി നിങ്ങൾക്ക് 5 പോയിന്റ് പറയാം. ഒന്നാമത്തെ, റെക്കോർഡ് ആൻഡ് ലിസൺ യുവർ സെൽഫ്. അപ്പൊ നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾ അതിനെ കേൾക്കുക. ഓക്കെ. രണ്ടാമത്തെ, പ്രാക്ടീസ് വിത്ത് എ പാർട്ട്ണർ. അതായത് പാർട്ട്ണറിന്റെ കൂടെ നമ്മൾ, പാർട്ട്ണർ വെച്ചാൽ എനിക്ക് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നല്ലപോലെ. പിന്നെ മൂന്നാമത്തെ, യൂസ് എ മിറർ പ്രാക്ടീസ്. മിറർ കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നാലാമത്തെ, എൻഗേജ് ഇൻ കോൺവെർസേഷൻ. ആരെങ്കിലും കൂടെ നമ്മൾ കോൺവെർസേഷൻസിൽ നല്ലപോലെ എൻഗേജ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ പ്രാക്ടീസ് എവിടെ എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതലും മിറർ പ്രാക്ടീസ് ചെയ്യുക. പുസ്തകം എല്ലാ ഇതിലും പറയുന്നുള്ളതാണ്. മിറർ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നല്ലപോലെ കൂടും. പിന്നെ നിങ്ങൾക്ക് ഡെയിലി ബുക്സ് വായിക്കുക. ഓരോരുത്തരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പറ്റും ഡെയിലി. അപ്പൊ നിങ്ങൾക്ക് തന്നെ വ്യത്യാസം അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ സ്വയമേ സംസാരിക്കുക. ഇപ്പൊ നിങ്ങൾ വീട്ടില് എന്താ പറയാ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആ സമയത്തിൽ റൂമിനകത്ത് ഇരുന്നിട്ടായാലും നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് തന്നെ റെക്കോർഡർ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ സംസാരിക്കാം. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇതാവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും മക്കളെ. നിങ്ങൾ അതൊന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ. ഇനി ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. എന്നെ പോലെ തന്നെ കോൺഫിഡൻസ് ആയിട്ട് പറയാനായിട്ട് പറ്റും. ഓക്കെ. സോ ഡോണ്ട് മിസ് ഔട്ട്. സോ യു ക്യാൻ സ്പീക്ക് കോൺഫിഡൻസ്ലി ലൈക്ക് മീ. ഓക്കെ. സോ യു ഷുഡ് ഓൾ ട്രൈ ദിസ് 5 ടിപ്സ്. ഓക്കെ. ഡോണ്ട് ഫോർഗെറ്റ്. സോ അപ്പോ എന്താ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ. സോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കണ്ടന്റും ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴത്തെ ക്ലാസ്സുകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ. സോ അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഫോണിലേക്ക്. ഓക്കെ. സോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. സോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. സീ യു.